പെന്തക്കോസ്താ തിരുനാളിൽ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 2, 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ഒരുക്കാം. നല്ല കുമ്പസാരം നടത്താം. കർത്താവിൻ്റെ ആ വലിയ സ്നേഹവലയത്തിൽ നമുക്കും ആയിരിക്കാം. പരിശുദ്ധ പരമത്രിയേക ദൈവത്തിനെ പരിശുദ്ധൻ 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 എന്ന് നിരന്തരം പാടി സ്തുതിക്കുന്ന സകല വിശുദ്ധ മോക്ഷവാസികളോടും ചേർന്ന് നമുക്കും അവിടുത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിക്കാം. അവിടുത്തെ അനുഗ്രഹം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമീൻ.